ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഓശാന ഞായർ. കർത്താവെ ഞങ്ങളെ രക്ഷിക്കുക എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന വലിയ ആഴ്ചയുടെ ആദ്യ ദിനമാണിന്ന്. ഇന്ന് ലോകമെങ്ങും ഓശാന തിരുനാൾ കൊണ്ടാടുമ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേക പ്രാധാന്യവും അർത്ഥവും നാം മനസ്സിലാക്കണം. ഓശാന ഒരു സ്തുതിഗീതമല്ല, മറിച്ച് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന വിടുതലിനു വേണ്ടിയുള്ള ഒരു മുറവിളിയാണ്. റോമൻ ഭരണത്തിന്റെ ഭീകരതയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് യഹൂദജനം അലറി വിളിച്ച ദിനം. പഴയ നിയമത്തിൽ സക്രിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പു വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിൽ സുവിശേഷകന്മാർ വിവരിക്കുന്നത്. യേശു താൻ മിശിഹായാണെന്ന് ലോകസമക്ഷം വെളിപ്പെടുത്തിയത് നാം ഇവിടെ കാണുന്നു. യേശുവിനെ കഴുതപ്പുറത്ത് കാണുന്ന ഒരു യഹൂദന്റെ മനസ്സിൽ നിറയുന്ന ചിത്രം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 40-ാം തിരുവചനത്തിൽ സോളമനെ അഭിഷേകം ചെയ്ത് രാജാവിന്റെ കോവർ കഴുതിയുടെ പുറത്ത് എഴുന്നള്ളിക്കുന്ന രംഗമായിരിക്കും. എന്തിനാണ് നസ്രായനായ യേശു അത്രയ്ക്ക് ബുദ്ധിയൊന്നുമില്ലാത്ത ഈ കഴുതിയെ തിരഞ്ഞെടുക്കുന്നത്? നമുക്ക് പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലേക്കൊന്ന് പോകാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രാഹാം കഴുതയ്ക്ക് ചീനിയിട്ട് ബലിക്കുള്ള വിറകുമായി ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പോകുന്നു. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ ബാലാമിനോട് സംസാരിക്കാൻ കർത്താവ് കഴുതയ്ക്ക് സംസാരശക്തി നൽകുന്നതായി നാം കാണുന്നു. അങ്ങനെ കർത്താവ് ബാലാമിന്റെ കണ്ണുകൾ തുറക്കുന്നു. യേശു എന്ന രാജാവ് താഴ്മയുള്ളവരുടെ ദൈവമാണ്. സാധാരണ റോമൻ ചക്രവർത്തിമാരെല്ലാം കുതിരപ്പുറത്ത് പ്രൗഢിയോടെ എഴുന്നള്ളുമ്പോൾ യേശു ആകട്ടെ വിനയാന്വിതനായി വളരെ പൊക്കം കുറഞ്ഞ കഴുതയുടെ പുറത്ത് കയറി സാവകാശം ജനങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നു. ഇവിടെ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യേശുവിലൂടെയാണ് പ്രവാചകന്മാരിലൂടെ എഴുതപ്പെട്ട പ്രവചനം പൂർത്തിയാകേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് യേശു ഒരു വാക്കുപോലും പറയാതെ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിരുന്നതും ജനങ്ങളെല്ലാം ആർപ്പുവിളികളോടെ മരച്ചില്ലകളേന്തി യേശുവിനെ ജെറുസലേമിലേക്ക് ആനയിച്ചതും. യേശു രാജാവാകുമെന്നാണ് ജനങ്ങൾ കരുതിയത്. എന്നാൽ അവൻ നേരെ പോയത് ദേവാലയത്തിലേക്കാണ്. യേശുവിനറിയാമായിരുന്നു അവന്റെ സിംഹാസനം കുരിശും കിരീടം മുൾമുടിയും അഭിഷേക തൈലം സ്വന്തം രക്തവുമാണെന്ന്. അതിലേക്ക് എത്തിച്ചേരാൻ താൻ പോകേണ്ടത് ദേവാലയത്തിലേക്കാണെന്ന് യേശുവിനറിയാമായിരുന്നു. അതുവഴി താൻ യഥാർത്ഥ പെസഹ കുഞ്ഞാടാണെന്ന് യേശു അറിയിക്കുകയായിരുന്നു. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുത, എന്താണ് ഇതിനർത്ഥം? പഴയ നിയമത്തിൽ വാഗ്ദാന പേടകം വഹിക്കാൻ ആരും കയറിയിട്ടില്ലാത്ത കഴുതയെ തന്നെ വേണമായിരുന്നു. വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്നത് 3 കാര്യങ്ങളാണ്. 1, ദൈവത്തിന്റെ കൽപ്പനകൾ എഴുതിയ കൽഫലകം. 2, മന്ന. 3, അഹ്റോന്റെ തളിർത്ത വടി. കഴുതപ്പുറത്ത് കയറിയ യേശുവിനെ കാണുമ്പോൾ നമുക്കും ഓർമ്മ വരേണ്ടത് ഇതാണ്. ഇവിടെ കൽപ്പനകൾ എഴുതിയ കൽഫലകത്തിന് പകരം വചനം തന്നെയായ യേശു, മന്നയ്ക്ക് പകരം യഥാർത്ഥ കുർബാനയായി മാറിയ യേശു, അഹ്റോന്റെ തളിർത്ത വടിക്ക് പകരം നിത്യപുരോഹിതനായ യേശു. ഓരോ ഓശാന അനുസ്മരണത്തിലും യഥാർത്ഥ വാഗ്ദാന പേടകമായ യേശു ആരും കയറിയിട്ടില്ലാത്ത കഴുതപ്പുറത്ത് ഇന്നും എഴുന്നള്ളുകയാണ്. ഇന്നത്തെ ഓശാന വിളിയിലും ഈ ചിത്രം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. വാഗ്ദാന പേടകം ദാവീദ് രാജാവ് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ അന്ന് ജനക്കൂട്ടം ആർപ്പു വിളികളോടെയാണ് പേടകത്തെ എതിരേറ്റത്. അതേ ആരവത്തോടെ ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തിയ യേശുവിനെ ജനങ്ങൾ എതിരേറ്റു. വാഗ്ദാന പേടകം ജെറുസലേമിലെത്തിച്ച് ദാവീദ് രാജാവ് അന്ന് ഒരു ബലിയർപ്പണം നടത്തി. എല്ലാവർക്കും ഒരു കഷ്ണം അപ്പവും ഒരു കഷ്ണം മാംസവും നൽകിയതായി ദിനവൃത്താന്തം 1-ാം പുസ്തകം 16-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നാം കാണുന്നു. ഇവിടെ യഥാർത്ഥ വാഗ്ദാന പേടകമായ യേശു ജെറുസലേമിലെത്തി സ്വന്തം ശരീരവും രക്തവും ഭക്ഷണപാനീയങ്ങളായി നൽകി ബലിയർപ്പിക്കുന്നു. ഇന്നുവരെ ആരും കയറിയിട്ടില്ലാത്ത കഴുതപ്പുറത്ത് തന്നെ കയറി വന്ന് നമ്മുടെ ഓശാന വിളികൾക്കായി അവൻ എന്നും കാത്തിരിക്കുന്നു. ഇന്നുവരെ ആരും കയറിയിട്ടില്ലാത്ത, മറ്റൊന്നിനും വിട്ടുകൊടുക്കാത്ത ഒരു ഹൃദയമാണ് ഇന്ന് യേശുവിന് കയറിയിരിക്കാൻ ആവശ്യം. അവൻ കടന്നു വരുമ്പോൾ ആഹ്ലാദ ആരവങ്ങളോടെ ആർപ്പുവിളികളോടെ അനുദിനം അവിടത്തേക്ക് ഓശാന പാടാൻ നമുക്കും സാധിക്കട്ടെ. യേശു കഴുതപ്പുറത്ത് കയറി വിനയാന്വിതനായി ജനങ്ങളുടെ ആർപ്പുവിളികൾ സ്വീകരിച്ച് കടന്നുപോയ അതേ വഴികളിലൂടെ
മരച്ചില്ലകൾ വഹിച്ച് ഓശാന പാടി കടന്നു പോകാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് നൽകി. ഓരോ ഓശാന തിരുനാളിലും കൂടുതൽ സ്നേഹത്തോടെ ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം, ഉന്നതങ്ങളിൽ ഹോസാന എന്ന കൂടുതൽ തീക്ഷ്ണതയോടെ ഏറ്റുപറയുവാൻ ഇതെനിക്ക് പ്രചോദനം നൽകുന്നു. യേശുവിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു ഹൃദയം നമുക്കുമുണ്ടാകട്ടെ. ഓരോ ബലിയിലും ഓശാന പാടി നമുക്ക് അവിടുത്തെ എതിരേൽക്കാം. വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കും വിശുദ്ധിയിലേക്ക് വളർന്നു വരാം. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. ജ്ഞാനം 6:10. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.